സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാം? ചേരുവകൾ: പരിപ്പ് 1 കപ്പ്. കൂടുതലായാൽ രുചി കൂടും, കുറയരുത്. തക്കാളി 2 എണ്ണം. വെണ്ടയ്ക്ക 6 എണ്ണം. മുരിങ്ങയ്ക്ക 1 എണ്ണം. വഴുതനങ്ങ 1 എണ്ണം. സവാള 1 എണ്ണം. ക്യാരറ്റ് 1 എണ്ണം. പുളി 1 ചെറുനാരങ്ങ വലിപ്പത്തിൽ. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. കറിവേപ്പില 1 തണ്ട്. സാമ്പാർ പൊടി 3 ടേബിൾ സ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്. ഉരുളൻ കിഴങ്ങ് 1 എണ്ണം. വെളിച്ചെണ്ണ 5 ടേബിൾ സ്പൂൺ. കടുക് 1 ടേബിൾ സ്പൂൺ. ഉലുവ 1/2 ടീസ്പൂൺ. കറിവേപ്പില 1 തണ്ട്. കതിർ വറ്റൽമുളക് 5 എണ്ണം. തയ്യാറാക്കുന്ന വിധം: പരിപ്പ് കഴുകി കുക്കറിൽ വേവിക്കുക. നല്ലതുപോലെ വെന്ത് ഉടയുന്ന പരുവത്തിൽ ആകണം. അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. പുളി 2 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് തിളപ്പിക്കുക. അതിലേക്ക് അരിഞ്ഞു വച്ച പച്ചക്കറികളും കറിവേപ്പിലയും ചേർത്ത് വേവിക്കുക. കുക്കറിൽ 1 വിസിൽ അടുപ്പിച്ചാലും മതി. കുറച്ച് ആവി കളഞ്ഞ് എടുക്കണം എന്നു മാത്രം. അല്ലെങ്കിൽ പച്ചക്കറികൾ കൂടുതൽ വെന്തുപോകും. ഇതിലേക്ക് സാമ്പാർ പൊടി കുറച്ച് വെള്ളത്തിൽ ചാലിച്ച് വേവിച്ചു വച്ചിരിക്കുന്ന പരിപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ 2 മിനിറ്റ് തിളപ്പിക്കുക. ഉപ്പോ പുളിയോ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുക. കുറച്ച് മല്ലിയില കൂടി നൂലുകൊണ്ട് കെട്ടി തിളയ്ക്കുന്ന സമയത്ത് ഇട്ടാൽ കൂടുതൽ രുചികരമാവും. മല്ലിയില പിന്നീട് എടുത്തു കളയാം. ചീനിച്ചട്ടി ചൂടാക്കി എണ്ണ ചൂടാവുമ്പോൾ കടുക്, ഉലുവ ഇട്ട് പൊട്ടിച്ച് കറിവേപ്പിലയും വറ്റൽമുളകും മൂപ്പിച്ച് സാമ്പാറിൽ ഒഴിക്കുക. മറ്റൊരു പാത്രത്തിൽ പകർന്ന് ചൂടോടെ വിളമ്പാം. കുറിപ്പ്: പറഞ്ഞിരിക്കുന്ന രീതിയിൽ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഉലുവയുടെ അളവ് കൂടി അരുചി വന്നാൽ അല്പം ശർക്കര ചേർത്തുകൊണ്ട് ഈ രുചി മാറ്റിയെടുക്കാം. നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞു.